ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു JMJD. VD12 വിജയ് ദേവരക്കൊണ്ട 12th മൂവി. എന്റെ മോനെ, ഇതിന്റെ ഫസ്റ്റ് ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് ഇതിന്റെ അനൗൺസ്മെന്റ് ഒരു പോസ്റ്റർ വീഡിയോ ഒക്കെ വന്ന സമയത്ത് കുറെ ആളുകൾ എന്നോട് അത് റിയാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞിരുന്നില്ല, അങ്ങനെ സാധനം വന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഒരുപാട് ലേറ്റ് ആയി. പിന്നീട് അത്രയും ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഇത് വെക്കേണ്ട വിചാരിച്ചു. വലിയ വ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പിന്നീട് ആരും സെർച്ച് ചെയ്ത് കാണില്ല എന്നൊക്കെ വിചാരിച്ചു. എന്നാൽ പടത്തിന്റെ ഹൈപ്പ് എന്ന് പറയുന്നത് വൻ പോക്ക ഒറ്റ പോക്ക് വാണമിട്ട പോലെ. അങ്ങനെ പടം ഇന്ന് അതിന്റെ നെയിം ടൈറ്റിൽ ടീസർ വന്നിരിക്കുകയാണ്. കിങ്ഡം ഒഫീഷ്യൽ ടീസർ. വിജയ് ദേവരക്കൊണ്ട, അനിരുദ്ധ രവിചന്ദർ, എസ് നാഗവംശി, ഗൗതം തിന്നാനൂരി. ഫുൾ നെയിം തിന്നാനൂരി, എന്താണ് ഊരി? VD12 is titled as Kingdom, starring Vijay Deverakonda in lead role, directed by Gautam Tinnanuri. Pronunciation correct അറിയില്ല. Music by Anirudh Ravichander, editing by Naveen Nooli, produced by Nagavamshi S and Sai Saujanya, under Sitara Entertainments and Fortune 4 Cinemas banner, presented by Srighara Studios. Kingdom will roar in theaters worldwide on May 13th എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും 1 മിനിറ്റ് 55 സെക്കൻഡ്, 2 മിനിറ്റ് നേരത്തോളമുള്ള ടീസറാണ്. കണ്ടുനോക്കാം. സോറി, ഫുൾ വോയിസ് ഇട്ടിട്ടുണ്ട്. ഫുൾ വോയിസിൽ കാണാം. റെഡി. అలసట లేని భీకర యుద్ధం, అలలుగా పారే ఏరుల రక్తం, వలసపోయినా అలిసిపోయినా ఆగిపోనిది ఈ మహారణం. నేలపైన దండయాత్రలు, మట్టి కింద మృతదేహాలు. ఈ అలజడి ఎవరి కోసం? ఇంత బీభత్సం ఎవరి కోసం? అసలు ఈ వినాశనం ఎవరి కోసం? రణభూమిని చీల్చుకొని పుట్టే కొత్త రాజు కోసం. కాలచక్రాన్ని బద్దలు కొట్టి పునర్జన్మనెత్తిన నాయకుడి కోసం. ఏమైనా చేస్తా సార్. అవసరమైతే మొత్తం తగలబెట్టేస్తా సార్. ഓ മൈ ഗോഡ്, സത്യം പറയാലോ, പറഞ്ഞത് എന്തെന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒരൊറ്റ കാര്യം മനസ്സിലായി, യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. യുദ്ധം, വാർ. തിയേറ്റർ ബ്ലാസ്റ്റ് ആയിരിക്കും. ഈ മനുഷ്യൻ, ഞാൻ വിചാരിക്കാറുണ്ട്, കുറച്ച് പടങ്ങൾ, ഭയങ്കര നല്ല പടങ്ങൾ ചെയ്യുകയും ഭയങ്കരമായിട്ടുള്ള ഫാൻ ബേസ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ഒരു നടൻ. എന്നാൽ ആ ഫാൻ ബേസിനനുസരിച്ചുള്ള രീതിയിൽ നല്ല സിനിമകൾ ചെയ്യാൻ പിന്നീട് പുള്ളിക്കാരന് പറ്റിയിട്ടില്ല. ലൈഗറൊക്കെ ഭയങ്കര മോശമായിരുന്നു. അതിനുശേഷം വന്ന പടമാണെങ്കിലും വളരെ മോശമായി ഫ്ലോപ്പായിട്ട് അങ്ങോട്ട് പോവുക ചെയ്തത്. പക്ഷെ പുള്ളിൻ്റെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ആംപിയറിനനുസരിച്ചുള്ള ഒരു പടം വന്നിട്ടില്ല. അതിനുശേഷമാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ കൽക്കി 2898 AD എന്ന് പറഞ്ഞുള്ള സിനിമയിൽ അർജുൻ ആയിട്ട് അദ്ദേഹം അർജുനനായിട്ട് പുള്ളി വന്നപ്പോൾ അത് ഭയങ്കരമായിരുന്നു. ആ വന്നിട്ട് ഇങ്ങനെയുള്ള ഡയലോഗ് ഡെലിവറി, ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ഭയങ്കര സംഭവം. അപ്പൊ തന്നെ തോന്നി, ഇത്തരത്തിലുള്ള ഒരു ചരിത്ര കഥാപാത്രങ്ങൾ പോലത്തെ ക്യാരക്ടറൈസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും ഇത്. പക്ഷെ അതുക്കും മേലെ എന്നാണ് പറയാനുള്ളത്. കാരണം ഇത്ര വയലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു മാൻലിനെസ് കറക്റ്റ് ഫീൽ ചെയ്യും പുള്ളിനെ. ഞാൻ എപ്പോഴും ആ ഒരു പ്രണയം, ഒരു ലവ് ട്രാക്ക്, അല്ലെങ്കിൽ അത്തരത്തിൽ ഭയങ്കര എന്താ പറയാ, നമ്മൾ പറയില്ലേ പഞ്ചാര ക്യാരക്ടറുകൾ എന്നൊക്കെ പറയില്ലേ, പെൺകുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്യുന്ന ഒരാൾ. ആ രീതിയിൽ കണ്ട വ്യക്തി ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലൊരു ടീസറാണ് തന്നിട്ടുള്ളത്. ഇങ്ങനൊരു സാധനം ഞാൻ വിചാരിച്ചില്ല. കിങ്ഡം, യെസ്, അത് ഇദ്ദേഹത്തിന്റെ കിങ്ഡം ആണ്.
എന്നാണ് തോന്നുന്നത്. അത് അവിടുത്തെ രാജാവാണ് അങ്ങേര്. അങ്ങനത്തെ ഒരു സാധനം ജസ്റ്റ് ഒരു ടൈറ്റിൽ ടീസറാണ് ഇങ്ങനെയെന്നുണ്ടെങ്കിൽ മക്കൾ ഇതിന്റെ ട്രെയിലറൊക്കെ എന്ത് സാധനമായിരിക്കും. നല്ല പണിയെടുത്തിട്ടുണ്ട്. വലിയ സ്കെയിലിൽ വരുന്ന ഒരു ബിഗ് ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ് തോന്നുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾ കമന്റിൽ റിയാക്ട് ചെയ്യില്ല ചോദിച്ച് അങ്ങനെയാണ് ഈ സാധനം ഞാൻ അറിയുന്നത് പോലും ആക്ച്വലി. പക്ഷെ ഇത് എന്ത് ജാതി പടമാണ്. 12ാമത്തെ സിനിമ അദ്ദേഹത്തിന്റെ ലൈഫിലെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്നാണ് തോന്നുന്നത്. അതല്ലാതെ വേറെ കുറെ ക്യാരക്ടേഴ്സിന്റെ ഒരു വലിയൊരു ഗ്രൗണ്ടില് നമ്മൾ മറ്റേ സിമെന്റ് ഇങ്ങനെ കൂനാക്കി ഇട്ടിട്ട് വീട് പണിക്കൊക്കെ ഉണ്ടാകുമ്പോൾ സെന്ററിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കും. അല്ലെങ്കിൽ സാമ്പാർ വലിയ ചോറൊക്കെ ചോറിന്റെ അവിടെ ഇങ്ങനെ കുഴി എടുത്തിട്ട് അതിലേക്ക് സാമ്പാർ ഒഴിക്കണ പോലെ അതിൽ കൊണ്ടുവന്നിട്ട് കുറേ മനുഷ്യന്മാരെ കൊന്നിട്ട് ചോര ഇങ്ങനെ നിറഞ്ഞു കിടക്കണം. എന്താണ് ആ സീനൊക്കെ. അതുപോലെ ഈ ആളുകളുടെ ബോഡി എടുത്ത് ഇങ്ങനെ ഇടുന്ന അടുത്ത് ഒരാളുടെ കൈവളയ്ക്കുള്ള ഒരാളുടെ കൈ ഇങ്ങനെ കിടക്കുന്ന ആ ഷോട്ട് ഒരു ഭീകരതയെ ജസ്റ്റ് അത്രേ ഉള്ളൂ. പക്ഷെ ഷോട്ടിന്റെയൊക്കെ ഒരു ഡെപ്ത് എത്രമാത്രം ഉണ്ടായാലും എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. എന്തായാലും തിയേറ്ററിൽ ഇത് കാണുക എന്നുള്ളത് ഒരു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. തിയേറ്റേഴ്സിൽ കാണുക എന്നുള്ളത് ഒരു ഭയങ്കര ഫീൽ തന്നെ ആയിരിക്കും. അവിടുത്തെ BGM ഓഫ്കോഴ്സ് അശ്വിൻ രവിചന്ദർ അനിരുദ്ധ് ചെയ്ത് വെക്കണത് എന്തായിരിക്കും എന്നുള്ളത് ഒരു പിടിയില്ല. ഇത്തരം സിനിമകളിൽ BGM കൊണ്ട് ഉണ്ടാക്കാവുന്ന മാക്സിമം ഗൂസ് ബംസ് ഉണ്ടാക്കാൻ കഴിയുന്ന അതിന് കാലിബർ ഉള്ള ഒരാളാണ് നമ്മുടെ അനിരുദ്ധ്. അപ്പോൾ അദ്ദേഹത്തിന്റെ മ്യൂസിക് കൂടെ വരുന്ന സമയത്ത് ഉറപ്പായിട്ടും തിയേറ്ററിൽ ഇതൊരു വമ്പം ഓളം സൃഷ്ടിക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് എത്ര വിജയ് ദേവർകൊണ്ട ഫാൻസ് ഉണ്ട് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. താങ്ക് യു.